കണ്ണൂർ എഡിഎമായിരുന്ന നവീൻ ബാബുവിന്റെ മരണത്തിന് ഇന്ന് 1 വർഷം. 2024 ഒക്ടോബർ 15 പുലർച്ചെയാണ് നവീൻ ബാബുവിന്റെ ക്വാർട്ടേഴ്സിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ മൃതദേഹം കണ്ടെത്തിയത്. കേസിൽ പ്രതിയാക്കപ്പെട്ട CPM നേതാവും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമായ PP ദിവ്യ ഇപ്പോൾ ജാമ്യത്തിലാണ്. മിഥുൻ പിള്ള ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. മിഥുൻ, കണ്ണൂർ എഡിഎമായിരുന്ന നവീൻ ബാബുവിന്റെ മരണത്തിന് ഇന്ന് 1 വർഷം ആവുകയാണ്. പക്ഷേ ഈ ഒരു സമയത്ത് പ്രതി എന്ന് പറഞ്ഞ് എന്നാൽ പുറത്തിറങ്ങി നിൽക്കുന്ന PP ദിവ്യ വലിയ വിമർശനങ്ങൾ ഇപ്പോഴും നേരിട്ട് കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇപ്പോഴും ഈ കേസിൽ നീതി കിട്ടിയോ എന്നുള്ളൊരു ചോദ്യം അവശേഷിക്കുകയാണല്ലോ. തീർച്ചയായും ദേവിക, നമുക്കറിയാം കേരള രാഷ്ട്രീയത്തെ തന്നെ പിടിച്ചുലച്ചൊരു സംഭവമായിരുന്നു കണ്ണൂർ എഡിഎമായിരുന്ന നവീൻ ബാബുവിന്റെ മരണം. അതായത് നവീൻ ബാബുവിന് കണ്ണൂരിൽ നിന്ന് പത്തനംതിട്ടയിലേക്ക് ട്രാൻസ്ഫർ ആകുന്ന ആ ഒരു യാത്രയപ്പ് പരിപാടിയിലേക്ക് ക്ഷണിക്കപ്പെടാതെ അതിഥിയായി PP ദിവ്യ എന്ന CPM നേതാവ് കടന്നു വരുന്നു. അന്നവർ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു. ആ ക്ഷണിക്കപ്പെടാതെ അതിഥിയായി വന്നെടുത്തി ADM ആയിരുന്ന നവീൻ ബാബുവിനെ പരസ്യമായി അപമാനിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. 2024 ഒക്ടോബർ 14 ഈ ഒരു അപമാന സംഭവം നടക്കുന്നത്. തൊട്ടടുത്ത ദിവസം തന്നെ പുലർച്ചെ പള്ളിക്കുന്നിലുള്ള സ്റ്റാഫ് ക്വാർട്ടേഴ്സിൽ ADM നവീൻ ബാബുവിനെ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തുകയും ചെയ്തു. അന്ന് തൊട്ട് അത് പിന്നീട് വലിയൊരു വിവാദങ്ങളുടെ ഒരു ഘോഷയാത്ര തന്നെയായിരുന്നു നടന്നത്. സംഭവത്തിൽ PP ദിവ്യയെ പ്രതിചേർക്കപ്പെടുന്നു. അവരെ തെരഞ്ഞെടുക്കപ്പെട്ട എല്ലാ സ്ഥാനമാനങ്ങളിൽ നിന്നും CPM നേതൃത്വം മാറ്റി നിർത്തുന്നു. തൊട്ടു പിന്നാലെ അവരെ പോലീസ് ഈ കേസിൽ പ്രതിചേർത്ത് അറസ്റ്റ് ചെയ്യുന്നു. ഏതാണ്ട് 10 ദിവസത്തോളമാണ് PP ദിവ്യ ജയിലിൽ കഴിഞ്ഞൊരു സാഹചര്യമുണ്ടായത്. നിലവിൽ ജാമ്യത്തിലാണ്. നമുക്കറിയാം, ഒരു പരിപാടിയിലേക്ക് ക്ഷണിക്കപ്പെടാതെ അതിഥിയായി വന്നെത്തി പരസ്യമായി അപമാനിക്കുന്ന ഒരു സംഭവം അത് ADM ആയിരുന്ന നവീൻ ബാബുവിനെ മാനസികമായി തകർത്തു എന്ന് തന്നെയാണ് പോലീസ് പോലും കണ്ടെത്തിയത്. ഈ കേസിലെ ഏക പ്രതി PP ദിവ്യയാണ്. PP ദിവ്യയുടെ ഈ ഒരു പ്രസംഗത്തിലെ വാക്കുകൾ തന്നെയാണ് ഇത്തരത്തിൽ ADM നവീൻ ബാബുവിനെ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ടത് എന്ന് തന്നെയാണ് അന്വേഷണ സംഘവും കണ്ടെത്തിയത്. ഏതായാലും ഈ സംഭവം നടന്ന 1 വർഷത്തിൽ ഇപ്പോഴും നിയമ പോരാട്ടങ്ങൾ തുടരുകയാണ്. കേസ് കോടതിയിലാണുള്ളത്. ഈ കേസിലെ ഏക പ്രതിയായ PP ദിവ്യ ജാമ്യത്തിൽ പുറത്തുമാണുള്ളത്. ദേവിക. ശരി മിഥുൻ.